എന്തു തന്നെ ഭഗവാനോട് മനസ്സിൽ ആത്മാർത്ഥമായ ഒരിഷ്ടം കൊണ്ട് പറഞ്ഞാലും ഭഗവാനെ സ്വീകരിക്കും. ലൗകികമായിട്ട് പലതും ചോദിച്ചാൽ ഒരു പക്ഷെ കിട്ടിയെന്ന് വരില്ല. പക്ഷെ കണ്ണനെ എനിക്ക് വേണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കൊടുക്കും, തീർച്ചയായിട്ടും കണ്ണനെ കിട്ടും. ഉറപ്പായിട്ടും അനുഭവമാണ് പറയണത്. കണ്ണനെ കിട്ടും. കണ്ണൻ കൂടെ ഉണ്ടെന്ന് മനസ്സിലാവും. പല സന്ദർഭങ്ങളിലും നമ്മളെ ചേർത്ത് പിടിക്കണം നമുക്കറിയാം. പലപ്പോഴും ആ ഭഗവാന്റെ ആ സ്പർശം, നമുക്ക് ആ സച്ചിദാനന്ദ സ്പർശം, ഒരിക്കൽ ശ്വാസം മുട്ടിയിട്ട് വളരെ എനിക്ക് ഹെവി ആയിട്ട് ശ്വാസം മുട്ടുണ്ടാവും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ICUലൊക്കെ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു തവണ അത്ര വെന്റിലേഷനിലും പോലും കിടക്കേണ്ടി വന്നിട്ടുണ്ട് ശ്വാസം മുട്ട് കൂടിയിട്ട്. വൃന്ദാവനത്തിലേക്ക് പോയി വന്നതിന് ശേഷം ആ ശ്വാസം മുട്ട് എനിക്ക് ഇല്ലാണ്ടായത്. അവിടെയാണെങ്കിൽ പോവരുതെന്ന് പറഞ്ഞു എന്നോട് രഘു ഡോക്ടർക്ക് പറഞ്ഞ് പോവരുത്, അവിടെ പൊടിയൊക്കെ കൂടുതലാണ്, അവിടെ പോകണ്ട, നമ്മൾക്ക് വയ്യാണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ പോയി വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ ശക്തമായിട്ടുള്ള ശ്വാസം മുട്ട്, പിന്നെ ഒരിക്കലും ശ്വാസം മുട്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഒരു തവണ ഒറ്റയ്ക്ക് ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ദിക്കിലേക്ക് ഡൽഹിക്ക് അവിടേക്ക് ഇവിടെയൊക്കെ ജോലിയുടെ ആവശ്യത്തിന് പോകും. കുട്ടികളൊക്കെ പഠിക്കാനും പോയി. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ. അന്ന് എനിക്ക് ശ്വാസം മുട്ടിയിട്ട് തീരെ വയ്യ. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റണേ, രാത്രി ഉറക്കവും വരുന്നില്ല. അപ്പോൾ കണ്ണ് ആരും ഇല്ലാണ്ടായില്ലോ ഗുരുവായൂരപ്പാന്ന് ഉറക്കെ നല്ല ശബ്ദത്തിലുള്ള ശ്വാസം മുഴുവനും അങ്ങോട്ട് എടുത്തിട്ട് ഉറക്കി അങ്ങോട്ട് പറഞ്ഞ്, അത് പറഞ്ഞപ്പോഴേക്കും ഞാൻ തളർന്നു പോയി. ഇങ്ങനെ കിടന്നപ്പോൾ ശരിക്കും എനിക്കൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു നല്ല തണുപ്പത്ത് ഒരു കരിമ്പടട്ടിട്ട് ഇങ്ങനെ